ഇന്ത്യയെ വീണ്ടും ചോരക്കളമാക്കാൻ പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും സംയുക്ത നീക്കം. ഡൽഹിയിൽ വൻ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട 8 പേരടങ്ങുന്ന തീവ്രവാദ ശൃംഖലയെ വലയിലാക്കി ഇന്ത്യൻ സുരക്ഷാ സേന. ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറി വ്യാജരേഖകൾ ഉണ്ടാക്കി നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ച പാക് ബംഗ്ലാദേശ് അച്ചുതണ്ടിന്റെ വലിയൊരു ഗൂഢാലോചനയാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. പാക് ചാരസംഘടനയായ ISIയുടെ പിന്തുണയോടെ ഡൽഹി ലക്ഷ്യമാക്കി നടന്ന ഒരു വൻ ഓപ്പറേഷനാണ് പോലീസ് തകർത്തിരിക്കുന്നത്. തമിഴ്നാട്ടിലെ തിരുപ്പൂരിലെ വസ്ത്രനിർമ്മാണശാലകളിൽ ഒളിച്ചിരുന്ന 6 പേരെയും പശ്ചിമ ബംഗാളിൽ നിന്ന് 2 പേരെയുമാണ് സുരക്ഷാ സേന പിടികൂടിയത്. ഇതിൽ 7 പേരും അനധികൃതമായി ഇന്ത്യയിൽ കടന്ന ബംഗ്ലാദേശ് പൗരന്മാരാണ്. വ്യാജ ആധാർ കാർഡുകൾ ഉപയോഗിച്ച് സാധുക്കളായ തൊഴിലാളികൾ എന്ന വ്യാജേന ഇവർ ഇന്ത്യയിൽ ഒളിച്ചു പാർക്കുകയായിരുന്നു. പ്രാദേശികമായി ആയുധങ്ങൾ സംഘടിപ്പിക്കാനും കൊൽക്കത്തയിൽ ഭീകരർക്കായി ഒളിത്താവളം ഒരുക്കാനുമാണ് ഇവർക്ക് നിർദ്ദേശം ലഭിച്ചിരുന്നത്. ഈ പദ്ധതിയുടെ പരീക്ഷണാർത്ഥം ഫെബ്രുവരി 6, 7 തീയതികളിൽ ഉമർ ഫാറൂഖ്, റോബിയുൾ ഇസ്ലാം എന്നീ പ്രതികൾ കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലെത്തി പാക് അനുകൂല പോസ്റ്ററുകൾ പതിപ്പിച്ച് തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുകയും ഇതിന്റെ വീഡിയോകൾ വിദേശത്തുള്ള തങ്ങളുടെ യജമാനന്മാർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ഈ വൻ ഗൂഢാലോചനയുടെ മുഖ്യ സൂത്രധാരൻ ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ ത്വയ്ബ ഭീകരനായ ഷബീർ അഹമ്മദ് ലോൺ ആണ്. 26/11 മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരന്മാരായ ഹാഫിസ് സയ്യിദുമായും സക്കീർ ഉർ റഹ്മാൻ ലഖ്വിയുമായും നേരിട്ട് ബന്ധമുള്ള കൊടും ഭീകരനാണ് ഇയാൾ. 2007 ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത ഇയാൾ 10 വർഷത്തെ ജയിൽവാസത്തിനു ശേഷം ബംഗ്ലാദേശിലേക്ക് കടക്കുകയായിരുന്നു. അവിടെ ഇരുന്ന് ഇന്ത്യയിലേക്ക് അനധികൃതമായി എത്തുന്ന ബംഗ്ലാദേശികളെ വലയിലാക്കി മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി ഭീകര പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുകയാണ് ഇയാളുടെ ഒരു രീതി. അതിർത്തി കടന്നുള്ള ആയുധക്കടത്ത് സൈന്യത്തിന്റെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ ഇന്ത്യക്കുള്ളിൽ നിന്ന് തന്നെ ആയുധങ്ങൾ ശേഖരിക്കാനും ഇവർ പദ്ധതിയിട്ടു. നിയമവിരുദ്ധമായി നമ്മുടെ രാജ്യത്ത് തങ്ങുന്ന ഇത്തരം ബംഗ്ലാദേശികളും അവർക്ക് കുടപിടിക്കുന്ന വിദേശ ഹാൻഡിലർമാരും നമ്മുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് എത്രത്തോളം വലിയ ഭീഷണിയാണെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷം 2025 നവംബർ 10 ചരിത്ര പ്രസിദ്ധമായ ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന ആ കാർ സ്ഫോടനം, ദില്ലി സ്ഫോടനം നമുക്കറിയാം. 13 പേർ കൊല്ലപ്പെടുകയും 20-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്ന രാജ്യത്തിലെ കണ്ണീരിലാഴ്ത്തിയ ആ ക്രൂരമായ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പുതിയ അറസ്റ്റുകൾ ഇത്രമേൽ നിർണായകമാകുന്നത്, ഇത്രമേൽ പ്രസക്തമാകുന്നത്. ഇന്ത്യയിലെ പ്രധാന ആരാധനാലയങ്ങൾ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷ്കർ ഭീകരർ ലക്ഷ്യമിടുന്നതായി കേന്ദ്ര ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ മുന്നറിയിപ്പിന് തൊട്ട് പിന്നാലെയാണ് രാജ്യത്ത് നടക്കുന്ന മറ്റൊരു വൻ ദുരന്തം കൂടി ഇപ്പോൾ സുരക്ഷാ ഏജൻസികൾ ഇല്ലാതാക്കിയത്. അയൽ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകരവാദ ശൃംഖലകളും അനധികൃത കുടിയേറ്റക്കാരും ഇന്ത്യയുടെ സമാധാനത്തിന് എക്കാലത്തും ഒരു ഭീഷണിയാണ്. ശത്രുക്കൾക്ക് മുന്നിൽ ഇന്ത്യയുടെ സുരക്ഷാ വലയം കൂടുതൽ കർശനവും കരുത്തുറ്റതുമാകേണ്ടതുണ്ട് എന്ന ഈ സംഭവം വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.